ഇപ്പൊ കോൺഗ്രസിന്റെ ഭരണം 60 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണം, അതിനുശേഷം മാറി മാറി വന്ന ഭരണം, ഇപ്പൊ സാക്ഷാൽ നരേന്ദ്രമോദി കഴിഞ്ഞ 8 വർഷമായി ഈ രാജ്യത്ത് നടത്തുന്ന ഭരണം, 75 വർഷം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓക്സിജൻ പ്ലാന്റ് പോലുമില്ല, പ്രാണവായു പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിൽ ഈ രാജ്യത്തെ എത്തിച്ച മഹാഭാവികളാണ്, ജനദ്രോഹികളാണ് കോൺഗ്രസും ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരി നരേന്ദ്രമോദിയും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും പാപ്പരായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ ഇവിടെ ഓക്സിജൻ നീതിയാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു, സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കി, ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തി. വൈദ്യുതി വകുപ്പ്, പൊതുജനാരോഗ്യ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ മറ്റേ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, എല്ലാ വകുപ്പുകളിലും ഏകോപിപ്പിച്ച പ്രവർത്തനമാണ് നടത്തിയത്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന തന്നെ കോവിഡ്-19 നേരിടാൻ നല്ല പങ്കുവഹിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ, പ്രിയമുള്ളവരെ, വീണ്ടും നമ്മളെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. 900 പരിപാടികൾ നമ്മൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാണ് ജനങ്ങളെ സമീപിച്ചത്. ജനങ്ങൾ കഴിഞ്ഞ തവണത്തേലും കൂടുതൽ വോട്ടും കൂടുതൽ സീറ്റും തന്നു. 99 സീറ്റ് LDF-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്കറ്റിന് ഇന്നേ വരെ കിട്ടാത്ത 67 സീറ്റ് നമ്മുടെ പാർട്ടിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചു. ജനോപകാരപ്രദം, ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ ഫലപ്രദമായ പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തിയത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് സഹിക്കുന്നില്ല. 900 പരിപാടി നടപ്പിലാക്കുമെന്ന വാഗ്ദാനം, അത് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ ഗവൺമെന്റ്. അതിന് ശ്രമിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, മലയാള മനോരമയും മാതൃഭൂമി തുടങ്ങിയ പത്രമാധ്യമങ്ങൾക്കും കോൺഗ്രസിനും BJP-ക്കും സംഘപരിവാർ ശക്തികൾക്കും നിക്ഷിപ്ത താല്പര്യക്കാർക്കും നമുക്കൊരു തുടർഭരണം കിട്ടിയത് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 57 EMS വന്നു, EMS-ന്റെ ഗവൺമെന്റ് പിരിച്ചുവിട്ടു. 67 പിന്നീടാണ് അധികാരത്തിൽ വന്നത്. കോൺഗ്രസ് ആണ് അധികാരത്തിൽ 10 വർഷം ഇരുന്നത്. പിന്നീട് 67 ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടു. പിന്നെ 80-ലാണ് അധികാരത്തിൽ വന്നത് നായനാരുടെ ഗവൺമെന്റ്. 21 മാസം കഴിഞ്ഞപ്പം ആ മുന്നണി സംവിധാനത്തെ തകർത്തു. അതിനുശേഷം നായനാരുടെ ഗവൺമെന്റ് പിന്നീട് അധികാരത്തിൽ വന്നു, കാലാവധി പൂർത്തിയാക്കി. PSന്റെ ഗവൺമെന്റും കാലാവധി പൂർത്തിയാക്കി. പക്ഷെ ഒരിക്കലും നമുക്ക് തുടർ ഗവൺമെന്റ് കിട്ടിയിട്ടില്ല. ഒരു തുടർ ഭരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരുന്നില്ല. നമ്മൾ വരും പോകും, അവര് വരും, അവര് പോകും, നമ്മൾ വീണ്ടും വരും. ഈ പ്രക്രിയയാണ് ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം എന്നും എപ്പോഴും ഈ കേരള സംസ്ഥാനത്ത് നടന്നതെങ്കിൽ പ്രിയമുള്ളവരെ, അത് തിരുത്തി സഹാബ് പിണറായി വിജയന്റെ ഗവൺമെന്റ് 2016-ൽ വന്നു. ആ ഗവൺമെന്റ് തന്നെ ഫലപ്രദമായി ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും അധികാരത്തെ വരണം എന്നാഗ്രഹിച്ച് 99 സീറ്റും ഭൂരിപക്ഷം സീറ്റ് വോട്ടും CPIM-ന് മാത്രം 67 സീറ്റും നേടിത്തന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ കള്ള രാഷ്ട്രീയക്കാരന്മാർക്കും നിക്ഷിപ്ത താല്പര്യക്കാർക്കും വർഗീയവാദികൾക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനും കോൺഗ്രസുകാരനും RSS-നും സംഘപരിവാർ ശക്തികൾക്കും തീരെ അങ്ങ് പിടിക്കുന്നില്ല. അതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തമായ വിഷയങ്ങളാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാണ് ഞങ്ങൾ വരും പോകും, അവര് വരും. ഇതായിരുന്നെങ്കിൽ ഇപ്പോ 14 മുതൽ 10 വർഷക്കാലത്തെ കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക LDF-ന്. പക്ഷെ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നല്ല ഭംഗിയായി ആ ജോലി നിറവേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? നമ്മൾ അധികാരത്തിൽ വന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് സഹിക്കാൻ കഴിയുന്നില്ല, RSS-ന് സഹിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് അവഗണന കാണിക്കുന്നു. പത്രലോകത്തിന് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട്
നമ്മുടെ ഗവൺമെന്റിനെ അപവാദ പ്രചരണത്തിന് വിധേയമാക്കാൻ, മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ, മുഖ്യമന്ത്രിയെ ബഹുജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തിക്കാണിക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇവിടെ ബോധപൂർവമായ ശ്രമം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഗവൺമെന്റ് 900 പരിപാടിയാണ് നടപ്പിലാക്കുക. 1-ാം വർഷം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. 1-ാം വർഷത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ റിവ്യൂ നടത്തിക്കൊണ്ട്, പോരാളികൾ തിരുത്തിക്കൊണ്ട്, പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുണ്ട്. ആ ബാധ്യത നിറവേറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന മുട്ടാപ്പോക്ക് നയം അവഗണന ഒരു ഭാഗത്തെങ്കിൽ, ഇവിടെ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും RSS സംഘപരിവാർ ശക്തികളും ഇല്ലേ, ഇന്ത്യൻ യൂണിയൻ ലീഗുകാരനടക്കം നിന്ന് ഈ ഗവൺമെന്റിനെതിരെ അപവാദ പ്രചാരവേല നടത്തുന്നു. മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു. വീട്ടിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ അനാബദ്ധമായ വിവാദങ്ങളിൽപ്പെടുത്തി പ്രചാരവേല സംഘടിപ്പിക്കുന്ന അങ്ങേറ്റത്തെ അപവാദകരമായ, അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ് RSS സംഘത്തിൽ തുറന്നു കാണിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ആ നിലയിലാണ് ഇപ്പൊ ഓരോ പ്രശ്നവും, ഓരോ ഘട്ടവും ഇല്ലേ. വലിയ ശാന്തി നേടി ഇന്നത്തെ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് ഇവിടെ ഇപ്പൊ ഒരു വിവാദ നായികയെ പ്രത്യക്ഷപ്പെട്ടു, സ്വപ്ന സുരേഷ്. അതാ ആണത്തമുള്ളവർക്ക് പറയാൻ പോലും കൊള്ളുന്നതല്ല അവരുടെ പേര്. അതാണ് 25 പ്രാവശ്യം സ്വർണം കള്ളക്കടത്ത്, 21-ാം പ്രാവശ്യം പിടിച്ചു, 1.5 വർഷം ജയിലില്, എല്ലാ പീഡനവും ചെയ്തതിനും വിധേയമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയെ പറ്റിയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പറ്റിയോ ഒരാക്ഷേപവും ഇല്ലായിരുന്നു. അതാ 1.5 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വെളിയിൽ വന്നപ്പോ RSSകാർ കാക്കറ്റ് പിടിച്ചു. RSSകാർ എനിക്ക് മുൻപ് സംസാരിച്ച ഒരു മഹതി എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോ തന്നെ ലീഗുകാരനും ഇന്ത്യൻ യൂണിയൻ ലീഗുകാരനും കോൺഗ്രസുകാരനും എല്ലാം അണിക്കളിക്കട കൊച്ചുരാമാന്നും പറഞ്ഞ് അവരെ കൊണ്ട് കളിപ്പിക്കുന്ന ഇവര് ഇടപെട്ടു, പ്രശ്നം ഉണ്ടാക്കി. അതാണ്, അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ കോൺഗ്രസിന്റെ UDFന്റെ MLA-മാരിൽ ആരാൻ അറിയത്തില്ല, അവര് വിധവയല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവരുടെ വിധിയാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. അതാണ് പറഞ്ഞത്. വേറെ ഒരു കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞതൊന്നും പ്രസംഗിച്ചെന്നും പറഞ്ഞു. മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞു. ഞാൻ മഹലിനെ സംബോധന ചെയ്തത് വേറൊന്നുമില്ല. മാപ്പ് പറയാനുള്ള പ്രശ്നമൊന്നും ഇല്ല എന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇപ്പൊ അവരിന്ന് ഇന്നും നിയമസഭ കൂടാൻ സമ്മതിച്ചില്ല. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ അണിനിരത്തി നമ്മളതിനെ നേരിടും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ ഓട് പൊളിച്ച് സെക്രട്ടേറിയറ്റ് വന്നതല്ലെന്ന് ആണങ്കട കൂട്ട് 2016 മുതൽ ഫലപ്രദമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് വലിയ ഭൂരിപക്ഷം 16 കഴിഞ്ഞും കൂടുതൽ ഭൂരിപക്ഷവും കൂടുതൽ വോട്ടും നേടി അധികാരത്തിൽ വന്നതാണ്. അത് സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ആ ദഹനക്കേട് വല്ലോണ്ട് മനസ്സിൽ വെക്കാൻ മതി. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു പ്രശ്നം ഒതുക്കുന്നില്ല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നമാണ് ഇവര്, അവർക്ക് എന്തോ അവിടെ എന്തും പറയും, ഒരു കുഴപ്പമില്ല. ധീരജ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു പയ്യൻ, എഞ്ചിനീയറിംഗ് കോളേജിലെ വയനാട്ടിലെ വിദ്യാർത്ഥി. എന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത്? ഇറങ്ങ് വാങ്ങി കൊന്നിട്ട് ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞു, കേറാൻ പറഞ്ഞു, കയറ്റി കൊല്ലിച്ചു എന്നാണ് പറഞ്ഞത്. ഇല്ലേ? അത് പ്രതിഷേധമുണ്ടോ? മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇല്ലേ, മാമാങ്കത്തിനും മാങ്കടത്തിനും വലിയ പ്രതിഷേധമുണ്ടോ? അവര് അക്ഷരം നിർത്തുന്നുണ്ടോ? ഇല്ല, അവർ അക്ഷരം നിർത്തുന്നില്ലെന്ന്.
അതാണ് ഇവിടെ DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? ധീരജനെ കൊന്നതുപോലെ കൊല്ലുമെന്നാ പറഞ്ഞത്. ഇവിടെ DCC പ്രസിഡന്റ് ഒരു മാന്യൻ, അത് പേര് പറയുന്ന പോലെ ബഹുമാനോ അതല്ലേ? അവിടെ കണ്ട് വീട്ടില് കുടുംബപ്രധാനം ചേർക്കാൻ ചെന്ന് പലവാദം ചെന്ന് പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളൂ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കിയാൽ അത്ഭുതപ്പെടാൻ ഈ സാധനങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് എന്ന് പറയുന്ന സാമാനം അത് പണ്ടുമുതലുള്ള ഏർപ്പാടാന്ന്, ഇന്നലെ തുടങ്ങിയതല്ലാന്ന്. പണ്ട് മുതൽ അവരുടെ പണിയിതാ. അതുകൊണ്ട് അവര് പറഞ്ഞിരിക്കുകയാണ് ധീരജീവനെ കൊല്ലുപോലെ ഞങ്ങൾ കഥകളെ ഇടുക്കി ജില്ലയിലെ ആളുകളെ കൊല്ലുമെന്ന്. അതാണ് അതിനക്കടക്കം ഒന്നുമില്ല. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞു. ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കന്മാർ ഈ പാർട്ടിയുടെ അവരുടെ പാർട്ടിയുടെ ആളുകൾ അത് ശരിയായില്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നിസ്സാര കാര്യമാണോ? കരിങ്കൊടി കാണിക്കുന്ന ഇല്ല യാത്ര ചെയ്യുന്ന കരിങ്കൊടി കാണിക്കുക പ്രതിഷേധം സംഘടിപ്പിക്കുന്നവരാണോ വിമാനത്തിലുള്ള കളി? പറഞ്ഞില്ല. മലയാള എടുക്കുന്നതിന് ഒരു റിക്രൂട്ട്മെന്റ് സമ്പ്രദായമുണ്ട്. അത് മാറ്റിമറിച്ചിട്ട് RSSകാരെ കുത്തിത്തിരുക. വേറെ ഡിമാൻഡില്ല. അവരെ വിളിച്ച് ചർച്ച ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത അഹങ്കാരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലേ? അവസാനം ഏതാനും സീറ്റ് BJP തോറ്റപ്പോ ഒരു ഉറപ്പില്ലാതെ കൃഷിക്കാരുടെ മാപ്പ് പറച്ചില്, കാലുപിടുത്തം, പാർലമെന്റ് കൂടല്, നിയമം പിൻവലിക്കല്, ഉത്തരവ് ഇറക്കല്, രാഷ്ട്രപതി ഒപ്പിടിയില്, ഇതെല്ലാം ചെയ്തില്ലേ? 715 പേരാണ് ആ സമരത്തെ പങ്കെടുത്ത് മരിച്ചത്. 715 പേര്. അതാണ്. അതിൽ പ്രതിഷേധം ഇവിടുത്തെ കോൺഗ്രസിനുണ്ടോ? ഇന്ത്യൻ യൂണിയൻ ലീഗിനുണ്ടോ? ഇല്ല. ഇന്ത്യൻ യൂണിയൻ ലീഗ് എവിടെ? ഇതിനെല്ലാം കൂടെയാണ്. ഞാൻ രാജ്യത്തെ സ്ഥിതി എന്താ ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. 25 കോടിയിലധികം തൊഴിലാളികളാണ് പണിമുടക്കിയത്. അടുത്ത നാളിൽ 48 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക്, വലിയ ശക്തിയായ പ്രക്ഷോഭ സമരം, ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയർത്തലാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനെ തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അമേരിക്കയിൽ പോയി ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യ കാർഷിക രാജ്യമാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട ചെറുകിട ഇടത്തരം വ്യവസായത്തിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, വൻകിട വ്യവസായത്തിന് സാധ്യതയില്ലെന്നും പറഞ്ഞയച്ചു. നിരാശനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അന്ന് പ്രബല ശക്തിയായി ലോകത്ത് പ്രബല ശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയനിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് പിരായി ഉരുക്ക് നിർമ്മാണശാല, പത്താം കടക്കെട്ട് ഈ രാജ്യത്ത് ധനവ്യവസായ രംഗത്ത് സഹായം മാത്രമല്ല മിഗ് യുദ്ധവിമാനം, SS-20 മിസൈലുകള്, യുദ്ധ ഉപകരണങ്ങള്, ഏതെങ്കിലും രാജ്യം ഇന്ത്യ ആക്രമിച്ചാൽ ഇന്ത്യൻ അനുസരിച്ച് സോവിയറ്റ് യൂണിയൻ പങ്കുകൊള്ളാം എന്ന കരാറ്. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പം അമേരിക്കൻ ഏഴാം കപ്പൽപ്പട ഇന്ത്യൻ സമുദ്രത്തിൽ വന്നപ്പം സോവിയറ്റ് കപ്പൽപ്പട വരാൻ കാരണം ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വലിയ നേട്ടം ഉണ്ടാക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് സ്വീകരിച്ച നയം എന്താ? പൊതുമേഖലയ്ക്ക് സ്വകാര്യ മേഖലയ്ക്ക് തുല്യ പരിഗണന, ഇടക്കൽ ചെറുകിട വ്യവസായം സ്വകാര്യ മേഖലയ്ക്ക് അല്ലേ, പൊതുമേഖലയെ ഖന വ്യവസായങ്ങളെല്ലാം. എന്തുകൊണ്ട്? അന്ന് ഖന വ്യവസായം എല്ലാം മുതലാളിമാർക്ക് ഇന്ത്യയിലെ ടാറ്റ വെള്ളാമാർക്ക് ഇല്ല, ചെയ്യാൻ സമ്പത്തില്ല, ഇന്ത്യയിലെ മുതലാളിമാർ അത്രയും വളർന്നില്ല. അതുകൊണ്ട് നെഹ്റു ഒരു കാര്യം ചെയ്തു, പൊതുമേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ടാറ്റയുടെ കയ്യിലുള്ള ഇന്ത്യൻ എയർലൈൻസ് വാങ്ങി ദേശവൽക്കരിച്ചു. ഇപ്പൊ നരേന്ദ്രമോദി എന്ത് ചെയ്തു? 12,500 കോടിക്ക് വിറ്റു, കമ്മീഷൻ മേടിച്ചു. 12,500 കോടി. അതല്ലേ ആ പൊതുമേഖല എല്ലാം വിറ്റ് തൊലക്കുക. ഇപ്പൊ ഇന്ത്യയിലെ മുതലാളിമാര് പറയുന്നേണ്ട, ഇന്നിപ്പൊ സ്വകാര്യ മേഖല പൊതുമേഖലയൊന്നും വേണ്ട, അത് ഇങ്ങോട്ട് തന്നേരെ, ഞങ്ങൾ നന്നായി പണിയെ നോക്കിക്കൊള്ളാം, അങ്ങേക്ക് കമ്മീഷൻ തന്നോളാം. ഇത് ഇന്ത്യ ഭരിക്കുന്നവർക്ക് കമ്മീഷൻ മേടിക്കില്ലേ? ഞാൻ പറയാവുന്നേ, നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെല്ലാം പെടുന്ന പാട് ഇവിടുത്തെ നാട്ടുകാരെ മുഴുവൻ കണ്ട് കിട്ടാവുന്ന പൈസയെല്ലാം പിരിച്ച് പോസ്റ്റർ നോട്ടീസ് ഓടിച്ച്
കഷ്ടപ്പാടാ. ഇവിടെ 500-600 കോടി രൂപ മുടക്കിയത് തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായത്. പ്രചരണം നൽകിയത് ജീപ്പിലോ കാറയിലോ അല്ല, ഹെലികോപ്റ്ററിൽ ഇതിനുള്ള ചിക്കലി കാശാക്കുന്നതായി പൈസ അഴിമതിയും തട്ടിപ്പ് നടത്തി ഉണ്ടാക്കുന്നതാണ്. ഇതിലപ്പുറം എന്ത്? അതുകൊണ്ട് ഇതിനെ ചെറുക്കാൻ കഴിയുന്നില്ല. രാജ്യം വലിയ ഗുരുതരമായ പ്രതിസന്ധിയില്ല, വലിയ പ്രതിസന്ധി. സിന്ധൽ ശിബിരം, ഈയിടെ കോൺഗ്രസിന്റെ സിന്ധൽ ശിബിരം കൂടി ഒരു പൂജ നടത്തുക. ഏതാ? രാഹുൽ ഗാന്ധിയുടെ മനസ്സ് മാറാൻ. അതാ നായാട്ട് കൊടുക്കുമ്പോ പട്ടിക്ക് മെടുക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞതാണ് പരിഭവം. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരം വരെ ശക്തമായി നടക്കുമ്പോ പുള്ളി മുങ്ങും. എങ്ങോട്ട് മുങ്ങിയെന്ന് അമ്മയ്ക്കും അറിയാൻ മേല, പെങ്ങൾക്കും അറിയാൻ മേല, അളിയനും അറിയാൻ മേല. ഇടയ്ക്കിടയ്ക്ക് മുങ്ങും. അതാ ഞാനാണ് മുങ്ങിയതെങ്കിൽ മനോരമ എല്ലാം പറയും. മനോരമ പറയും എനിക്ക് അവിടെ പട്ടിയും പിള്ളേരുണ്ടെന്ന് പറയും. ഇത് പിന്നെ വലിയ വീട്ടിലെ പയ്യന്മാരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് മനോരമയുടെയൊക്കെ പട്ടാമാരിത്വം. അതാണ്. അതുകൊണ്ട് ഈ നിലയിലാണ് കാര്യങ്ങള്. രാജ്യം വലിയ ഗുരുതരമായ പ്രതിസന്ധിയില്ല. ലീഗുകാരൊരു കാര്യം മനസ്സിലാക്കിക്കോ. അവിടെ ഖനനം നടത്തുക ഉത്തരേന്ത്യയിൽ. 6 ഖനനം നടത്തും. എന്നിട്ട് എഴുതി റിപ്പോർട്ട് കൊടുക്കും. അവിടെ ഗണപതിയുടെ അവശിഷ്ടം കണ്ടു, അമ്പലത്തിന്റെ അവശിഷ്ടം കണ്ടു, അവിടെ മുസ്ലിം പള്ളി ഇരിക്കുന്നത് അമ്പലം പൊളിച്ചിട്ടാണ് എന്നും പറഞ്ഞു നിലവിലുള്ള പള്ളി പൊളിക്കും. 36,000 പള്ളി പൊളിക്കും. ഇവിടെ പിണറായി വിജയനെതിരെ ഗോഗ വിളിക്കുന്നുണ്ടല്ലോ ലീഗുകാരന്മാര്, ഇല്ലേ? ഈ കേരളത്തിൽ അതൊന്നും നടക്കുകയില്ല. ഒരു കനനവും നടക്കുകയില്ല, ഒരു പള്ളിപുരയും നടക്കുകയില്ല. അതിന്റെ ഗ്യാരണ്ടി ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ ഗവൺമെന്റുമാണ് എന്ന കാര്യം ഞാൻ ദിവസത്തെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ചരിത്രത്തോടെ നരേന്ദ്രമോദി കൂടുതലും കൊഞ്ഞനം കുത്തുകയാണ്. അതല്ലേ തുക്കടത്ത് റോഡ്, പണ്ഡിത അക്രമത്തിമാരുടെ പേരിലിട്ട് റോഡാണ്. താജ്മഹാള് അതിന്റെ പേര് മാറ്റാൻ പോകുന്നു. ചാർ മിനാറ്, കുത്തം മിനാറ്, അതിനൊക്കെ പേര് മാറ്റുന്നു. പഴയ കാലഘട്ടത്തിന്റെ ചരിത്ര ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതെല്ലാം. അതെല്ലാം മാറ്റുകയാണ്. അതല്ലേ? എന്നിട്ട് ഈ രാജ്യം ഹിന്ദു വർഗീയവാദികൾ, സവർണ മേധാവികൾ ആധിപത്യത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. ഹിന്ദു ഹിന്ദു എന്ന് കേൾക്കുമ്പോ ചില പ്രമാണിമാർക്ക് ഇല്ലേ പിന്നോക്കക്കാരൻ തോന്നുന്നുണ്ട്, വായു വെള്ളം ഒലിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്ന ഹിന്ദു അല്ല. നരേന്ദ്രമോദിയുടെ RSSന്റെ ഹിന്ദു എന്ന് പറയുന്നത് സവർണ മേധാവികളാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ ബഹുസ്വരത നശിപ്പിക്കുക. ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും എല്ലാ വിഭാഗവും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന സമൂഹം. അതാണ് ബഹുസ്വരത. ആ ബഹുസ്വരത നശിപ്പിച്ച് ഏകസ്വരത സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് RSS സംഘപരിവാർ ശക്തികൾക്കും ഉള്ളത്. അത് സൈന്യത്തിൽ കുത്തിത്തരികയാണ് RSSകാര്. അതാണ് സ്വയം പ്രതിഷേധം ഉയർന്നു വരാൻ കാരണമല്ല. ഈ രാജ്യത്തിന്റെ ഭാവി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി, പാർലമെന്റ് ഡെമോക്രസിയുടെ ഭാവി ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ലോകത്ത് ഇന്തോനേഷ്യയിലാണ് മുസ്ലിം ജനവിഭാഗം കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലാണ്. പാകിസ്ഥാനിലോ ഗൾഫ് നാടുകളിലോ അല്ല. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഹിന്ദുവും മുസൽമാനും സിഖുകാരനും പാർസിയും ജൈനന്മാരും ക്രിസ്ത്യാനിയും എല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യയെങ്കിൽ ആ ഹിന്ദിയെ മാറ്റി ഏകസ്വരതയാക്കുക, ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക. അതിൽ ഒന്നാമത്തെ പള്ളി അയോധ്യ പള്ളിയാണ് പൊളിച്ചു. ബാക്കി പള്ളികൾ പൊളിക്കുക. പഴയ കാലഘട്ടത്തിന്റെ ചരിത്ര സ്മാരകങ്ങൾ തകർക്കുക. അതാണ് ഇപ്പൊ നരേന്ദ്രമോദി കൂട്ടരും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ ഇവിടെ ലീഗുകാരൻ കോൺഗ്രസുകാരന്റെ കൂടെ കൂടി അഖിലേന്ത്യാ തോതിൽ തൊലച്ചു, എല്ലാം രാജിവെച്ചു, അങ്ങോട്ട് കൂടി. ഇവിടെ ഇനി 4-3 ഏതെണ്ണം ഉണ്ട്.
ആ ഏകദേശം നിൽക്കുന്ന ഞങ്ങളുള്ളതുകൊണ്ടാ. ഞാൻ പറയാം, ഉദാഹരണത്തിന് ഇവിടെ BJP-യുടെ ഗവൺമെന്റ് ആയിരുന്നുണ്ടല്ലോ, ഉള്ള കോൺഗ്രസും ഈ സുധാകരനും ഈ ഇവിടുത്തെ ഈ എല്ലാം ഇതിനകത്ത് കൂടിയാലും ഞങ്ങളുണ്ട്. അത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമാണ്, അതിന്റെ ഗവൺമെന്റ് ശക്തമാണ്, കർമ്മനിരതമാണ് ഈ ഗവൺമെന്റ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഖനനമൊക്കെ അവിടെ നടക്കും. കോൺഗ്രസിന്റെ കുത്തകനാട് UP, മധ്യപ്രദേശ്, രാജസ്ഥാനിൽ ഒക്കെ നടക്കും. ഇവിടെ നടക്കില്ല. ഒരു ഖനനവും നടക്കുകയില്ല, ഒരു പള്ളി പൊളിക്കലും നടക്കുകയില്ല. ഇസ്ലാം ജനസമൂഹം മനസ്സിലാക്കിച്ചു. അതിൽ ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ റെഡിയാണ്. ഇവിടെ ലോകത്ത്, ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വർഗീയതകളെ മരിച്ചില്ലേ? മുസ്ലിം ജനസാമാന്യത്തെ തകർത്തില്ലേ? ഇവിടെ വർഗീയതകളെ നടക്കോ? ഞങ്ങൾ ഭരിക്കുമ്പോ ഇല്ല. കോൺഗ്രസ് ഭരിക്കുമ്പോ തലശ്ശേരി ലഹള, അതിനെ ചെറുത്തത് സഖ VMS-ഉം MP രാഘവൻ അടക്കമാണ്. ഞങ്ങളുടെ സഖ കുഞ്ഞിരാമനെ, പള്ളിക്ക് കാവൽ നിന്ന കുഞ്ഞിരാമനെ കുത്തിക്കൊന്നു. മാങ്ങാട് കലാപം UDF ഭരിക്കുമ്പോ മാത്രമാണ് ഇതെല്ലാം നടന്നത്. ഞങ്ങൾ ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിക്കുന്നു. ഒരു ന്യൂനപക്ഷക്കാരന്റെ രോമത്തെ തൊടാൻ ഒരു വർഗീയവാദിക്കും ധൈര്യമുണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹകളെ, സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നത്, ഞാൻ പറയാം, ഇന്ത്യയിൽ എവിടെ, ഏത് സംസ്ഥാനത്താ കൂലിയുണ്ടോ? കൂലിയുണ്ടോ? ഇല്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP, ബീഹാറ്, രാജസ്ഥാൻ, ഒറീസ, ഇല്ലേ? എല്ലാ സ്ഥലത്തൊന്നുമല്ല ഇങ്ങനെ വരുന്നത്. ദശലക്ഷങ്ങളല്ല വരുക. അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ലേ? അവിടെ പഴയ എന്താ കൂലി? 50 രൂപ. 50 രൂപ കൂടുതൽ ചോദിച്ചാൽ തല്ലിക്കൊന്ന് കുഴിച്ചിടും പ്രമാണിമാര്. ഇവിടെയോ ഇഷ്ടം പോലെ കാശ്. അന്യ സംസ്ഥാന തൊഴിലാളികൾ ദശലക്ഷക്കണക്കിന് ഇവിടെ വരുന്നുണ്ട്. അവര് അങ്ങോട്ട് പോകുന്ന പലരും എയർ ടിക്കറ്റ് എടുത്താ പോകുന്നു. എയർ ടിക്കറ്റ് എടുത്ത് എനിക്ക് നേരത്തെ അറിയാം. അതാണ് കേരളം. നല്ല ഉറച്ച ഐക്യം, ജനതയുടെ ഐക്യം, നല്ല പേര, നല്ല കൂലി, അതുണ്ട്. ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ സംബന്ധിച്ച്, പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നവർ അവർക്കിത് ഗൾഫാണ്. ഗൾഫ്. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഗൾഫ് നാടുകളിൽ പോകുന്നു. അതുപോലെ ഉത്തരേന്ത്യയിലെ ആളുകൾ ഇവിടെ ഗൾഫാണ്. നെഹ്റുവിന്റെ നാട് UP-യില്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, എല്ലായിടത്തും മോഡിയുടെ നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയുള്ളവര് അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നു, നല്ല സംരക്ഷണവും നൽകണം എന്നാണ് നമ്മുടെ ഗവൺമെന്റ് നിലപാടുക. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടുത്തെ പോലെ ഐക്യം, ജനങ്ങളുടെ ഐക്യം, സൗഹാർദ്ദത ഇന്ത്യയിൽ എവിടെ ഉണ്ട്? നെഹ്റുവിന്റെ നാട് UP-യിലുണ്ടോ? മധ്യപ്രദേശിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? ഞാൻ പറയാം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ടെന്ന് കോൺഗ്രസ് പറയണം. സുധാകരനാദികൾ അല്ലേ? എന്നാ മാത്യു, MP മാത്യു, CP മാത്യു, CP മാത്യു പറയണം. ഇവിടുത്തെ പോലെ ഈ കേരളം പോലെ സംസ്ഥാനം എവിടെ? പറ. നേടിയെല്ലാം മറ്റവന്മാർ ഇരുന്നും കിടന്നും ഇറങ്ങി ഭരിച്ചതാ, ഇല്ലേ? നെഹ്റുവിന് ചേർന്ന് ശാസ്ത്രിക്ക് ചേർന്ന് നെഹ്റുവിന്റെ മകള്, മാറ്റി ചേർന്ന് മകളുടെ മകനെ തൂറി വാരി മെഴുകി, ഇല്ലേ? അവസാനം BJP-യെ തോപ്പിക്കാൻ വേണ്ടി UP-യെ ഗവൺമെന്റ് അന്ന് പ്രണാബ്കുമാർ മുഖർജിയെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് സോണിയാ ഗാന്ധി മൻമോഹൻ സിംഗിനെ, ലോകബാങ്കിന്റെ മേധാവിയായിരുന്ന അമേരിക്കയുടെ പാവയെ കൊണ്ട് ആക്കി 10 വർഷം ഭരിച്ചു, താഴെത്താക്കി കൊടുത്തു. ചോദ്യപ്പെട്ട അഴിമതി, ആയുധ ഇടപാടിലെ കുംഭകോണം, അതൊക്കെ ശരി. രാജ്യത്തൊന്നും ഇല്ലേലും ഈ കൊടുത്തു. അക്കൗണ്ട്
ഇതൊക്കെയല്ലേ. അതുകൊണ്ട് രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇതിനെ നേരിടേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഇവിടെ ഒരു ഖനനം നടത്താൻ ഒരിക്കലും വലിയല്ല. ഒരു പള്ളി പഠിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതിന്റെ ഗ്യാരണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതാണ് ഈ ഗവൺമെന്റ് കരുത്തെന്ന കാര്യം ഞാൻ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ലക്ഷക്കണക്കിന് ആളുകളെ ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്തപ്പോ കോൺഗ്രസ് ഭരിച്ചപ്പോൾ മാത്രം ചില അപമാനം ഉണ്ടായി, ചില വർഗീയതകള. ഞങ്ങൾ ഭരിച്ചപ്പം ഒരിക്കലും ഒരു വർഗീയതകളെ, ഒരു ന്യൂനപക്ഷക്കാരന് രോമത്തെ തൊടാൻ ധൈര്യം കാണിച്ചില്ല എന്നത് ഞങ്ങളുടെ ഒരു കാര്യം അന്തത്വമാണ് എന്ന കാര്യം ഞാൻ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ വരുന്ന അപവാദ പ്രചാര പേര് ശക്തമായി നേരിടണം. ഞാൻ പറയാം, എനിക്കെതിരെ പ്രചാര പേര് നടത്തുക. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നല്ലോ നേരത്തെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ലക്ഷക്കണക്കിന് ആളുകളെയാണ് പീഡിപ്പിച്ചത്. അതാണ് ലക്ഷക്കണക്കിന് ആളുകളെ എന്നെ അറസ്റ്റ് ചെയ്തു ആവശ്യമില്ലാതെ. ഹൈക്കോടതി ആ കേസെന്നെ റദ്ദാക്കി. നിയമവിരുദ്ധമായ കേസ് എന്ന് പറഞ്ഞാണ് കേസ് തന്നെ റദ്ദാക്കി കളഞ്ഞു. അതല്ലേ ഇവിടെ ഒരു പ്രസംഗം അതിന്റെ പേരിൽ അയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു. അയാൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ട്, അവരെ കൂടെ ബോധിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ശല്യം ഉണ്ടായിരുന്നു, എമ്മണി ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. ആ കേസ് കാന്താൻകെട്ട് സാധനമാണ്. ലക്ഷങ്ങളെയാണ് ഉരുട്ടിയും പെരട്ടിയും അത് പീഡിപ്പിച്ചത്, ഇല്ലേ? എന്നിട്ട് ചുമ്മാതെ ചട്ടശേഖരം പദം ഞങ്ങൾക്ക് ബാധകമല്ല. അതൊന്നും ഞങ്ങളുടെ ചെയ്തിയല്ല, ഞങ്ങളുടെ നയവുമല്ല, ഞങ്ങളുടെ പരിപാടിയല്ല. അത് ഞങ്ങളുടെ വില കെട്ടിവെക്കാൻ ആരും നോക്കണ്ട. അതിന്റെ പേര് പറഞ്ഞ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ എപ്പോഴും തേജോപതം ചെയ്യുക. മുഖ്യമന്ത്രി എങ്ങനെ വിമർശിച്ചോട്ടെ, ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊള്ളട്ടെ, അതൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഞങ്ങളെ ദുർബലപ്പെടുത്താൻ, തകർക്കാൻ ശ്രമിച്ചാൽ പണ്ട് നഖ ഉപയോഗിച്ച് അതിനെ നേരിട്ട് തന്നെ ചെയ്യും, ചെറുത്ത് തന്നെ ചെയ്യും. അതെന്തിന്? ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ഹിന്ദുക്കളും മുസൽമാനും ക്രിസ്ത്യാനിയായ എല്ലാ വിഭാഗ ജനതയുടെയും നിലനിൽപ്പിന് വേണ്ടി. അതെന്ന് രാജ്യത്ത് ആപത്തിലാണ്. അത് തടയാൻ, ഈ കേരളത്തിലേക്ക് വരാൻ തടയാനുള്ള ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനും അതിന്റെ ഗവൺമെന്റും ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, ഈ ഗവൺമെന്റിനെതിരെ വരുന്ന ദുരാരോപണങ്ങളെ നേരിടാൻ, ഡിസിസി പ്രസിഡന്റിനെ പോലുള്ള ജനദ്രോഹികൾ ഉയർത്തുന്ന ഗുണ്ടായുസത്തെ നേരിടാൻ നിങ്ങൾ ഈ പാർട്ടിയെ സഹായിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. അതിനകത്ത് യോഗ്യത കഴിഞ്ഞത് വണ്ടിയിൽ എഴുതി വെച്ച ഡിസിസി പ്രസിഡന്റ് എന്നെ മാറ്റിയൊന്നു CP മാറ്റി. പിന്നെ ഞാൻ 25 ജില്ലാ സെക്രട്ടറി ആയിരുന്നു. MM മണി CPM ജില്ലാ സെക്രട്ടറി ഓൾറെഡി വെച്ചല്ലേ നമ്മൾ ഇതിലെ ഉണ്ടാക്കിയത്. നാണോ മാനില്ലാത്തോ. എന്നിട്ട് ഡിവൈഎഫ്ഐക്കാരോടൊക്കെ നിൽക്കുക. അങ്ങേ പോയി അത് റിവേഴ്സ് അവിടെ നോക്കിട്ട് കയറത്തില്ല. പറ, അതാണ് ഞങ്ങള് മര്യാദ ആ കാര്യത്തിനൊക്കെ പാലിച്ചിട്ടുണ്ട്, ഇല്ലേ? ഞങ്ങളുടെ മക്കട്ട് കയറാൻ വന്നാൽ എവിടെ ഒഴിയും. അത് തന്നെ. അതുകൊണ്ട് ഈ പണിയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. അതാണ് ഇപ്പൊ രമയെ മുന്നേ നിർത്തി കളിക്കുക. അവര് പാവം വരുക, അവരെന്താ കളിക്കുക? നമ്മള് എന്തായാലും വേണ്ട. അല്ല, ഞാനിന്നോട് ഒന്നും വേറെ ഒന്നും പറയില്ല. പക്ഷെ ഞാൻ ഇന്നലെ പറയുമായിരുന്നു. കാരണം അവര് എഴുതി കൊടുക്കുന്ന വെച്ചോണ്ട് പിന്നെ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുക. മുഖ്യമന്ത്രിയെ വിമർശിച്ചോട്ടെന്ന് നയങ്ങളിലും പരിപാടികളിലും പ്രശ്നമുണ്ട് പറയട്ടെന്ന്. പിന്നെ രമ വിമർശിക്കാൻ പാടില്ലേ? കേരള നിയമസഭയിലേക്ക് വന്നാൽ വിമർശനം വരുമെന്ന്. അല്ല പിന്നെ എന്തിനാണ് വന്നത്? തെരഞ്ഞെടുപ്പിൽ നിന്നു മത്സരിച്ചു, ജയിച്ചു. അവിടെ വന്നപ്പോ വിമർശനമൊക്കെ വരുമെന്ന്.
ആ ഞാനെന്ത് ചീത്ത വിളിച്ചിട്ടുള്ളൂ അറിയോ? എന്തെല്ലാം വിമർശനം. മന്ത്രി ആയിരുന്നപ്പോഴും അതെ, ഇപ്പോഴും അതെന്ന്. മന്ത്രി ആയിരുന്നപ്പം പക്ഷേ നമ്മളൊക്കെ പോയി വേറെ പണി നോക്കാൻ പറഞ്ഞു. നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ ഭംഗിയായി ചെയ്തു. ആ ഗവൺമെന്റ് അതുകൊണ്ട് LDF ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനുള്ള ഏതൊരു നീക്കത്തെ ചെറുക്കുക, തോൽപ്പിക്കുക എന്നത് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ബാധ്യത. പ്രിയമുള്ളവരെ, കേരളം പോലൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല. ഇല്ല, കൂലിയില്ല, വേലയില്ല. അതുകൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ, പാവങ്ങൾ ഇങ്ങോട്ട് ഒഴുകുന്നത്. അവരെ സ്വീകരിക്കാനുള്ള മനോധർമ്മം നമുക്കുണ്ട്. അതാണ് കേരളീയരായ നമ്മുടെ പ്രത്യേകത എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഈ കേരളത്തിന് തുല്യമായി മറ്റൊരു സ്റ്റേറ്റ് ഇല്ല. അതാണ് നമ്മുടെ പ്രത്യേകത. അതാണ് മഹാന്മാരായ ആളുകൾ, ശ്രീനാരായണ ഗുരുവും ഇല്ലേ, ചട്ടമ്പി സ്വാമികളും, വാഗ്ഭ്രാന്ത സ്വാമികളും, മന്നത്ത പത്മനാഭനും, സാമൂഹ്യ നവോത്ഥാന നായകന്മാർ, ക്രിസ്ത്യൻ പുരോഹിതന്മാർ, അവരെല്ലാം നൽകിയ സംഭാവനകൾ ഈ കേരളത്തെ ഇന്നത്തെ നിലയിൽ രൂപപ്പെടുത്തി എന്നതാണ് നാം കാണുന്നത്. അതൊരു മഹത്തരമാണ് ഈ കേരള സമൂഹം. ആ സമൂഹത്തെ എതിരെ ഉയർത്തുന്ന ഏതൊരു വെല്ലുവിളിയെ നേരിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോടൊപ്പവും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനൊപ്പവും നിങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.